ഇത് നോക്കിയേ, ഇതെൻ്റെ കുറ്റിക്കുരുമുളകാണ്. ഈ കുറ്റിക്കുരുമുളക് ഞാൻ നട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുറ്റിക്കുരുമുളകൊക്കെ നടുമ്പോൾ മണലും മണ്ണും പിന്നെ കമ്പോസ്റ്റും കൂടെയുള്ള മിക്സ് ചേർത്ത് നടുന്നതായിരിക്കും നല്ലത്. അതിന് ശേഷം ഈ മുളക് നന്നായിട്ടൊന്ന് കുറ്റിക്കുരുമുളകൊന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വളമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കുരുമുളകിൽ നിറയെ കുരുമുളക് ഉണ്ടായി കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് കുരുമുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ വളത്തിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല, എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ മുട്ടയുടെ തോടുണ്ട്, അതുപോലെ ഉള്ളിത്തോടുണ്ട്, പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്, ചീത്തയായ പച്ചക്കറികളും ഉണ്ട്, ഒപ്പം തന്നെ നമ്മൾ നന്നാക്കിയെടുത്ത പച്ചക്കറിയുടെ തൊലി ഒക്കെ ഉണ്ട്. അപ്പോൾ പച്ചക്കറി വേസ്റ്റും ഉള്ളിത്തോടും മുട്ടയും ഇത്രയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ചായ അരിച്ചിട്ടുള്ള ആ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ശീമക്കൊന്നയുടെ ഇല ഉണ്ടല്ലോ, ഒരു പിടി ശീമക്കൊന്നയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഈ വേസ്റ്റിൻ്റെ കൂടെ ശീമക്കൊന്നയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെടിക്ക് ഇത് ഇട്ട് കൊടുക്കണം, നമ്മുടെ കുറ്റിക്കുരുമുളകിന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ നമ്മുടെ കുരുമുളകിന് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഒരു കോല് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കിയിട്ട് ഇതിൻ്റെ കടഭാഗത്തേക്ക് മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി കടഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അധികം തറഞ്ഞെടുക്കണ മണ്ണല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയിട്ട് കടഭാഗത്തേക്ക് മണ്ണ് കൂട്ടി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഇതിൻ്റെ കട തൊടരുത്, അതിൻ്റെ ചുറ്റും മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ സൈഡിലുള്ള മണ്ണ്, നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മണ്ണുണ്ടല്ലോ, അത് കുറച്ചൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചാരം വേണം. ആ ചാരം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് ചാരം ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പറിച്ച കൊന്നയുടെ ഇല ഉണ്ടല്ലോ, ആ ഇല ഉണ്ടെങ്കിൽ കുറച്ച് ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാരം ഞാൻ ഫുള്ളും ആ ഒരു ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ചാരം ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശീമക്കൊന്നയുടെ ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ശീമക്കൊന്നയുടെ ഇലയുടെ തണ്ട് കളയണമെന്നൊന്നുമില്ല, അത് കുറച്ച് മുകളിലേക്ക് ഒരു പൊത പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കരിയിലയാണ്. നമ്മളിപ്പോൾ ഇഷ്ടംപോലെ കരിയിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് കുറച്ച് കരിയില എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ഈ കുറ്റിക്കുരുമുളക് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ കിട്ടുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഈ കുരുമുളക് നട്ട് വെക്കരുത്. ഇത് വെയിൽ വേണം, എന്നാലും ഒരുപാട് വെയിലാകുകയും ചെയ്യരുത്. അപ്പോൾ വെയിൽ ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരൊന്നുമില്ല ചെടി, അതിൽ കുരുമുളകും ഉണ്ടാവില്ല. എന്നാൽ നിറയെ വെയിൽ ഉള്ളൊരു സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത വളം. ഈ വളം ഇനി ഡെയിലി ഓരോ പ്രാവശ്യം ഇതൊന്ന് നനച്ചു കൊടുക്കുക, ഒരു പ്രാവശ്യം വെച്ച് ഒന്ന് നനച്ചു കൊടുക്കുക. അങ്ങനെ എന്തായാലും 3 ദിവസം നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തവണ വെച്ചെങ്കിലും നനച്ചു കൊടുക്കണം. ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൽ നിറച്ച് കുരുമുളക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.